കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ദല്ലാൾ പണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്ന് BJPയും NDAയും ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണവും പ്രവർത്തനവും LDFിൻ്റെ വിജയത്തിനല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ദല്ലാളായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗവും മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണവും അത് കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. BJPയെ പരാജയപ്പെടുത്തണം, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വിജയിപ്പിക്കണം. BJPയെ പരാജയപ്പെടുത്തുന്നിടത്ത് LDF വിജയിക്കണമെന്ന യാതൊരു നിർബന്ധവും മുഖ്യമന്ത്രിക്കില്ല. മറിച്ച് കോൺഗ്രസ്സാണ് അവിടെ വിജയിക്കേണ്ടത്. കോൺഗ്രസിനെ വിജയിപ്പിക്കാനാണ് മുഖ്യമന്ത്രി കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഏതായാലും കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിക്കാൻ ഡൽഹി കേന്ദ്രമായിട്ട് ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ചില മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗം നാം ശ്രദ്ധിച്ചാൽ ഇക്കാര്യം മനസ്സിലാവും. അവിടെ കോൺഗ്രസിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. BJPക്കെതിരായിട്ട് അതിനിശിതമായ വിമർശനം. മാത്രമല്ല, മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു CAA വിരുദ്ധ പ്രചരണത്തിലൂടെ. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ മണിപ്പൂർ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ വികാരവും ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു, BJPയെ നിശിതമായി വിമർശിക്കുന്നു. അതായത് BJPക്കെതിരായിട്ടുള്ള വോട്ടുകൾ മുഴുവൻ തന്നെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള വളരെ ആസൂത്രിതവും ശാസ്ത്രീയവുമായിട്ടുള്ള പ്രവർത്തനമാണ്, നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്, BJP ഒന്നാം സ്ഥാനത്തെത്തില്ല, BJP രണ്ടാം സ്ഥാനത്തും എത്തില്ല, BJP മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ ആദ്യമേ മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് സത്യത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ദല്ലാളായിട്ട് മാറിയിരിക്കുകയാണ്. BJPയോടുള്ള വിരോധമുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതിയത് ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPIയോട് വിധേയത്വം ഉണ്ടാകുമെന്നാണ്. പക്ഷേ BJPയുടെ വിരോധം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മറിച്ച് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ CPIയോട് വിധേയത്വം പുലർത്തുന്നതിന് പകരം അതിനേക്കാൾ വിധേയത്വം കോൺഗ്രസിനോടാണ്. സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് തങ്ങളുടെ വോട്ട് കോൺഗ്രസിന് അനുകൂലമായി കൈമാറാറ്. അതിൻ്റെ ഒരു പരീക്ഷണശാലയാണ് നമ്മുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം. പക്ഷേ ഇത്തവണ എല്ലാവരും കരുതി CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. പന്ന്യനോട് ഈ കടുങ്കൈ മാർക്സിസ്റ്റ് പാർട്ടി നടത്തില്ല എന്ന് പലരും കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പന്ന്യനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രിയും CPMഉം തയ്യാറായിരിക്കുകയാണ്. നോക്കൂ, തിരുവനന്തപുരത്ത് CPMൻ്റെ ഒരു നേതാക്കളുമില്ല, കൗൺസിലർമാരില്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരില്ല, ബ്രാഞ്ച് സെക്രട്ടറിമാരില്ല. ഇവരൊക്കെ തന്നെ തൊട്ടടുത്ത ലോകസഭാ നിയോജക മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് ചേക്കേറിയിട്ട് ആഴ്ചകളേറെയായി.
ഇവിടെ പന്ന്യനും കുറച്ചാളുകളും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് നടക്കുന്നത്. ഇവിടെയും എന്താ ചെയ്യുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം വന്നാൽ ഇവിടെ തീരപ്രദേശങ്ങളിൽ കടുത്ത വർഗീയതയാണ്. അവിടെയും CAA വിരുദ്ധ പ്രചരണം, അവിടെയും മണിപ്പൂർ പ്രശ്നം. ഇത് ആളിക്കത്തിച്ച് ഇടതുമുന്നണിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല. BJP ആണ് ഇതിന് പിന്നിൽ എന്ന് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ സന്ദേശം എന്താ? ഇവിടെയൊക്കെ വോട്ടുകൾ മുഴുവൻ തന്നെ UDFിലേക്ക് പോകണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. സാധാരണ ഞാനിത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ LDFിൻ്റെ വോട്ടുകൾ തമ്മിലുള്ള അന്തരം, വോട്ടിൻ്റെ എണ്ണത്തിൽ മാത്രമല്ല വോട്ടിംഗ് ശതമാനത്തിലുള്ള അന്തരം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 2021 ഇടതുമുന്നണിക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ മതി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് കിട്ടിയ വോട്ട്, CPIക്ക് കിട്ടിയ വോട്ട് 2,58,556 ആണ്. 2,58,556. അതായത് പോൾ ചെയ്ത വോട്ടിൻ്റെ 25.60%. 2 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 LDFിന് കിട്ടിയ വോട്ട് 4,36,937, 43.15%. 2019 തെരഞ്ഞെടുപ്പും 2021 തെരഞ്ഞെടുപ്പും താരതമ്യപ്പെടുത്തുമ്പോൾ LDFിന് കിട്ടിയ വോട്ടിൻ്റെ വ്യത്യാസം, അതായത് ലോക്സഭ 2019 2021 1,78,181 വോട്ടാണ് വ്യത്യാസമുള്ളത്. 1,78,181 വോട്ടിൻ്റെ വ്യത്യാസം നമുക്ക് 2019 2021 ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ശതമാന കണക്ക് നോക്കുന്ന സമയത്ത് 25.60 2019, 43.15% 2021, 18% വ്യത്യാസമാണ്. ഇത് കേവലം 2019 2021 മാത്രമല്ല, 2014 2016 നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ 2014 LDFിന് കിട്ടിയത് 2,48,941. ശതമാനത്തിൽ പറയുമ്പോൾ 28.50%. തൊട്ടടുത്ത 2016 എത്തുന്ന സമയത്ത് അത് 3,75,483, 38.05%. ഏതാണ്ട് 10% വ്യത്യാസമാണ് വരുന്നത്.